ശിവഭക്തികഥകളും ജീവിതത്തെ മാറ്റുന്ന അർത്ഥവത്തായ ഭഗവാന്റെ ഉപദേശങ്ങളും നിങ്ങൾക്കാവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച ചോദ്യങ്ങൾക്ക് ശിവൻ നൽകുന്ന മറുപടിയാണിത്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ചില മനുഷ്യർ ജീവിതത്തിൽ ഒരിടത്ത് വന്നു നിൽക്കും. അവിടെ നിന്ന് മുന്നോട്ടു പോകാൻ കഴിയില്ല, പിന്നോട്ടു പോകാനും കഴിയില്ല. അപ്പോഴാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്. ഞാൻ ഇത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടൊന്നും മാറുന്നില്ല എന്ന ചോദ്യമാണ് ആ യാത്രയുടെ തുടക്കം. ശിവൻ ആ ചോദ്യം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷേ അവനുടൻ മറുപടി പറയാറില്ല. കാരണം മനുഷ്യന് ഉത്തരം മാത്രം വേണ്ട, മാറ്റമാണ് വേണ്ടത്. നമ്മൾ തോൽവി എന്ന് വിളിക്കുന്ന പല നിമിഷങ്ങളും ശിവന്റെ കാഴ്ചയിൽ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന കണ്ണാടികളാണ്. നീ ആരാണ്? നിനക്ക് എവിടെയാണ് തെറ്റുന്നത്? നീ എന്താണ് പിടിച്ചു നിൽക്കുന്നത്? ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷെ മനുഷ്യന് കണ്ണാടിയിൽ നോക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. ശിവൻ ശിക്ഷിക്കുന്നില്ല, അവൻ പുറത്ത് വേദനയുണ്ടാക്കുന്നുമില്ല. നമ്മളിൽ തന്നെയുള്ള അസത്യങ്ങളെ പുറത്തെടുക്കുകയാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അസ്വസ്ഥത, ശൂന്യത, വഴിമുട്ടൽ ഇതൊക്കെ ശിവന്റെ ശാപമല്ല, ശിവന്റെ വിളിയാണ്. നിങ്ങൾ പലപ്പോഴും കരുതും ദൈവം നിങ്ങളെ മറന്നെന്ന്. പക്ഷെ സത്യം ഇതാണ്, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളെയാണ് മറന്നത്. നിങ്ങളെ ഒരു കാലത്ത് സന്തോഷിപ്പിച്ച ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നിറവില്ലാതായി തോന്നുന്നു. ആളുകളുടെ ഇടയിലുണ്ടായിട്ടും ഒറ്റപ്പെട്ടതായി തോന്നുന്നു. ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം ശിവൻ തന്നെയാണ് ഒരുക്കുന്നത്. നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ഉണർത്താൻ. ശിവന്റെ അനുഗ്രഹം പലപ്പോഴും ഒരു സൗകര്യമായി വരില്ല, അതൊരസ്വസ്ഥതയായി വരും. കാരണം സത്യം സുഖകരമല്ല. നിങ്ങൾ ഇതുവരെ ഓടിമറച്ചുവെച്ച കാര്യങ്ങളോട് മുഖാമുഖം നിൽക്കേണ്ടി വരുന്ന സമയം. ഇവിടെ ശിവൻ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു സത്യമാണ്. നീ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ശിക്ഷയാണെന്ന് കരുതിയത് തെറ്റാണ്. അതെല്ലാം നിന്നെ ഇവിടേക്കെത്തിക്കാനുള്ള വഴി മാത്രമായിരുന്നു. നിങ്ങൾ കാത്തിരുന്ന ഉത്തരം ഇതാണ്. ഇതിനെ അവഗണിച്ചാൽ ശിവന്റെ വലിയൊരനുഗ്രഹം നിങ്ങൾക്കറിയാതെ തന്നെ നഷ്ടമാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന കഷ്ടപ്പാടല്ല, കാത്തിരിപ്പാണ്. മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ നിങ്ങളുടേത് നിശ്ചലമായി നിൽക്കുന്ന പോലെ തോന്നുന്ന ആ നിമിഷങ്ങളാണ് വിശ്വാസത്തെ തകർക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, ദൈവം എന്നെ കേൾക്കുന്നില്ല. പക്ഷേ ശിവൻ ഒരിക്കലും നമ്മെ കേൾക്കാതിരിക്കില്ല. അവൻ സമയം പാലിക്കുന്ന ദൈവമല്ല, സമയത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ മനുഷ്യനാകുമായിരുന്നോ എന്ന്? ചില നഷ്ടങ്ങൾ നിങ്ങളെ വിനയം പഠിപ്പിച്ചു, ചില പരാജയങ്ങൾ നിങ്ങളെ നിശ്ശബ്ദനാക്കി, ചില ഒറ്റപ്പെടലുകൾ നിങ്ങളെ അകത്തേക്ക് തിരിച്ചു. ഇതെല്ലാം ശിവന്റെ പദ്ധതിയുടെ ഭാഗമാണ്. കർമ്മമൊരിക്കലും നമ്മളെ നശിപ്പിക്കില്ല, നമ്മളെ നമ്മുടെ തന്നെ തീരുമാനങ്ങളുടെ മുന്നിൽ നിർത്തുകയാണ് അത് ചെയ്യുന്നത്. ശിവന്റെ അനുഗ്രഹം ഒരിക്കലും ഇനിയെല്ലാം സുഖമാണ് എന്ന വാഗ്ദാനമല്ല. അവൻ നൽകുന്നത് ശക്തിയാണ്, സത്യം സഹിക്കാനുള്ള, നഷ്ടമേറ്റെടുക്കാനുള്ള, ഈഗോ വിട്ടുകൊടുക്കാനുള്ള ശക്തി. ഈ ഘട്ടത്തിൽ പലരും തളരും, കാരണം ഈഗോ വിട്ടാൽ താൻ ആരാണെന്നറിയില്ലെന്ന ഭയം. പക്ഷേ ഈഗോ തന്നെയാണ് നിങ്ങളെ ഇതുവരെ ബന്ധിച്ച ചങ്ങല. അത് പൊട്ടിയാൽ മാത്രമേ ശിവന്റെ അനുഗ്രഹം ഒഴുകിവരൂ. ദൈവം നിങ്ങളെ കാത്തിരിപ്പിക്കുന്നില്ല, നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ഘട്ടമെത്തുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള എല്ലാം ശബ്ദം കുറഞ്ഞുപോയതുപോലെ തോന്നും. സുഹൃത്തുക്കളുടെ വാക്കുകൾ ഭാരം കുറയും, ബന്ധങ്ങളുടെ ഉറപ്പ് ചോദ്യം ചെയ്യപ്പെടും, മുമ്പ് നമ്മളെ ആവേശിപ്പിച്ച കാര്യങ്ങൾ പോലും അർത്ഥമില്ലാത്തതായി തോന്നിത്തുടങ്ങും. ആ സമയത്താണ് നമ്മൾ പറയുന്നത്, ദൈവം ഒന്നും പറയുന്നില്ല. പക്ഷെ സത്യമിതാണ്, അത് ദൈവം സംസാരിക്കുന്ന സമയമാണ്. ശിവൻ ശബ്ദത്തിലൂടെ സംസാരിക്കുന്ന ദൈവമല്ല, അവൻ മൗനത്തിലൂടെയാണ് നമ്മളെ ഉണർത്തുന്നത്. കാരണം ശബ്ദത്തിൽ മനുഷ്യൻ കേൾക്കുന്നത് തനിക്കിഷ്ടമുള്ളതു മാത്രമാണ്. പക്ഷെ മൗനത്തിൽ അവൻ സത്യത്തെ നേരിടേണ്ടി വരും. നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന രാത്രികൾ ഓർക്കൂ. ഉറക്കം വരാതെ ചിന്തകൾ തലച്ചോറിൽ ചുറ്റിക്കറങ്ങുന്ന ആ നിമിഷങ്ങൾ. അവിടെ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ശിവൻ ഏറ്റവും അടുത്താണ്. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ലളിതമാണ്, പക്ഷെ വേദനിപ്പിക്കുന്നതും. നീ ഇത്രയും കാലം ഓടിയതെന്തിന്? നിനക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്താണ്? നീ പിടിച്ചു നിൽക്കുന്ന ഈ അഹങ്കാരം നിന്നെ എവിടെ എത്തിച്ചു? ഈ ചോദ്യങ്ങളിൽ നിന്ന് പലരും ഓടിപ്പോകും. കാരണം സത്യം നേരിടാൻ ധൈര്യം വേണം. പക്ഷെ ഓർമ്മിക്കൂ, സത്യം ഒഴിവാക്കുന്ന നിമിഷം മുതൽ തന്നെ ശിവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ്.
ശിവന്റെ മൗനം ശിക്ഷയല്ല, അത് ശുദ്ധീകരണമാണ്. ഒരു വീട്ടിൽ വലിയ പൂജയ്ക്ക് മുമ്പ് ചെയ്യുന്ന ശുചീകരണം പോലെ. എല്ലാം പുറത്തേക്ക് വലിച്ചെറിയും, പൊടി തട്ടി നീക്കും, പഴയതെടുത്തു മാറ്റും. അപ്പോൾ വീട് അലങ്കാരമില്ലാത്തതും ശൂന്യമായതുമായി തോന്നും. പക്ഷേ ആ ശൂന്യതയാണ് പൂജയ്ക്ക് വഴിയൊരുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയും അങ്ങനെയാണ്. പലർക്കും ആ ശൂന്യം പേടിയാണ്. അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോകാൻ ശ്രമിക്കും, പഴയ ശീലങ്ങളിലേക്കും പഴയ ബന്ധങ്ങളിലേക്കും പഴയ വേദനകളിലേക്കും. അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവ്. ശിവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം പുറത്തുള്ള സമ്പത്തോ പദവിയോ അല്ല, സ്വയം തിരിച്ചറിയലാണ്. നീ ആരാണ്? നിന്റെ യഥാർത്ഥ ശക്തി എന്താണ്? നിനക്ക് വിട്ടുകൊടുക്കേണ്ടതെന്താണ്? ഇതൊക്കെ മനസ്സിലാകുന്ന നിമിഷം. ആ ബോധം വന്നാൽ ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും നീ തകരില്ല. കാരണം നീ ശിവന്റെ മൗനത്തിൽ നിന്നുള്ള ശക്തി കൈവശം വച്ചിരിക്കും. മൗനം കേൾക്കാൻ പഠിക്കാത്തവൻ അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ നഷ്ടപ്പെടുത്തും. ഇപ്പോൾ ശിവൻ നിങ്ങളോട് പറയുന്ന അവസാന സത്യം വളരെ ശാന്തമാണ്, പക്ഷെ അത്രയേറെ ഭാരമുള്ളതും. നീ മാറുമ്പോൾ നിന്റെ ലോകവും മാറും. നമ്മൾ കാത്തിരുന്ന ഉത്തരമെന്ന് കരുതിയത് ഒരടയാളമായിരുന്നു, ഒരത്ഭുതമായിരുന്നു, ഒരു വാക്കായിരുന്നു. പക്ഷേ ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നതിതാണ്: ഉത്തരം ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, അത് നമ്മൾ തന്നെ ആകുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും, ഓരോ നഷ്ടവും, ഓരോ കാത്തിരിപ്പും എല്ലാം ചേർന്നാണ് നിങ്ങളെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത്. അത് ദുർഭാഗ്യമല്ല, അത് ശിവന്റെ കൃത്യമായ പദ്ധതിയായിരുന്നു. നിങ്ങൾ ഇന്നുണ്ടായിരുന്നില്ലായിരുന്നാൽ നിങ്ങൾക്കീ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുമായിരുന്നില്ല. നിങ്ങൾ വീണില്ലായിരുന്നെങ്കിൽ ഉയരത്തിന്റെ വില അറിയുമായിരുന്നില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്തുമായിരുന്നില്ല. അതുകൊണ്ടാണ് ശിവൻ എല്ലാം ഒരുമിച്ചു കൊടുക്കാത്തത്. അവൻ നമ്മളെ പടിപടിയായി മാറ്റുകയാണ്. ഇന്ന് നിങ്ങൾ ശാന്തനാണെങ്കിൽ, ക്ഷമയുള്ളവനാണെങ്കിൽ, കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാനാവില്ലെന്ന സത്യം അംഗീകരിക്കാൻ കഴിയുന്നവനാണെങ്കിൽ, അത് തന്നെയാണ് ശിവന്റെ അനുഗ്രഹം. ശിവനെ തേടി മല കയറേണ്ട, കാട് തേടേണ്ട. നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിലൂടെ തന്നെ ശിവനെ കണ്ടെത്താം. സ്വീകരണം, വിനയം, സത്യം, കരുണ, ഇതൊക്കെയാണ് ശിവന്റെ അടയാളങ്ങൾ. നിങ്ങളിവ തള്ളിക്കളഞ്ഞാൽ ലോകം മുഴുവൻ ലഭിച്ചാലും ഒരു ശൂന്യത നിങ്ങളെ പിന്തുടരും. കാരണം ശിവൻ വാതിലടയ്ക്കുന്ന ദൈവമല്ല, നമ്മൾ തന്നെയാണ് തിരിച്ചറിയാതെ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് ഒരവസരമാണ്. നാളെ വീണ്ടും ഇത് കേൾക്കണമെന്നില്ല. കാരണം ശിവന്റെ അനുഗ്രഹം നിർബന്ധമല്ല, അവസരമാണ്. നിങ്ങൾ കാത്തിരുന്ന ഉത്തരം ഇതാണ്. ശിവഭഗവാന്റെ വലിയ അനുഗ്രഹം നഷ്ടമാകുമോ ലഭിക്കുമോ എന്നത് നിങ്ങളുടെ കയ്യിലുണ്ട്. ശാന്തരാവൂ, സ്വീകരിക്കൂ, വിശ്വസിക്കൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല. ഓം നമഃ ശിവായ.